Hi guys, welcome back to our channel. Oh, we need to talk, yeah. Ain't nobody force you for anything. You die alive. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചതല്ല ഇന്നിവിടെ ഞാൻ വന്നിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുള്ളത്. കാരണം എനിക്ക് ഡെലിവറിയുടെ ഓരോ മൂമെൻറ്റ്സും വീഡിയോ ആക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് സ്വയം വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ എന്തായാലും ടൈം എടുക്കും. അതായത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. മാക്സിമം എന്നെയും കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാൻ ചെയ്യും. ഇനി അഥവേ നോർമൽ ഡെലിവറി അല്ലാതെ സി സെക്ഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് കുറച്ച് കമ്മിയായിരിക്കും. ഇപ്പം തന്നെ ഞാൻ പറയാം. എന്തായാലും എന്നെയും കൊണ്ട് പറ്റുന്ന പോലെയല്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ സ്കാനിങ് ഒക്കെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, ഡോക്ടർ എക്സസൈസ് ചെയ്യാനൊക്കെ പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ ഞാൻ തുടർന്ന് ഇതേപോലെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. 2-3 ദിവസം ഇങ്ങനെ ഇരുന്ന് എഴുന്നേൽക്കുന്ന എക്സസൈസൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ 2 കാലും ഭയങ്കര വേദനയായിരുന്നു. എന്ന് പറയാം, നമ്മൾ എക്സസൈസ് ചെയ്ത് കാലൊക്കെ ഗത പോലെ ഇരിക്കണമെന്ന് മറ്റേ കരിക്കിലാവാൻ പറയില്ലേ, അതുപോലെ ആയിരുന്നു എൻ്റെ കാല്. ഗത പോലെ ആയിരുന്നു. ഇരിക്കാൻ പറ്റില്ല, ഇരുന്ന് എഴുന്നേൽക്കാനും പറ്റില്ല. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല, നല്ലപോലെ എക്സസൈസ് ചെയ്തപ്പോഴത്തേക്കും ഒരു ഇന്നലെ മൺഡേ 23-ാം തീയതി എനിക്ക് രാവിലെ ചെറുതായിട്ടൊരു പെയിൻ വന്നു. ബാക്ക് പെയിൻ പോലെ ചെറിയൊരു പെയിൻ പോലെ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളോട്, എപ്പോഴാണോ പെയിൻ വരുന്നത് അപ്പോൾ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഹോസ്പിറ്റൽ ബാഗൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാഗ് എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയാൽ മതി. അപ്പോൾ പിന്നെ ചെറിയൊരു പെയിൻ വന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ എടുത്ത് ഡോക്ടർ തന്ന OP ചീട്ടിൽ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എന്താ 23-ാം തീയതി ഡോക്ടർ വരാനായി മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് ഇന്നലെ. അപ്പോൾ ഞാൻ ആ കാര്യം വിട്ടുപോയിരുന്നു. ആ സംഭവം ഞാൻ അപ്പം നോക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നലെ ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം. 23-ാം തീയതി ഡോക്ടർ ചെല്ലാൻ പറഞ്ഞായിരുന്നു. കാരണം നമ്മൾ ലാസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വീക്ക്ലി ചെക്കപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ വീക്ക്ലിയുള്ള ചെക്കപ്പ് നമ്മൾ മുടങ്ങാതെ തന്നെ ചെയ്യണം. അത് 23-ാം തീയതി ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഞാൻ വിട്ടുപോയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാനും അമ്മച്ചിയും കൊച്ചും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. ഇനി അഥവേ അഡ്മിറ്റ് ആക്കുകയോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും പതിവ് പോലെ തന്നെ BP, വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിലും എനിക്ക് 77 ആയിരുന്നു വെയിറ്റ്. ഈ ആഴ്ചയിലും 77 തന്നെ. വലിയ ഇതൊന്നും കൂടിയിട്ടില്ല. പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഭയങ്കര വെയിറ്റ് ഗെയിൻ ചെയ്തായിരുന്നു ഞാൻ ഈ ഒരു പ്രഗ്നൻസിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ഞാൻ മാക്സിമം, പിന്നെ ഞാൻ ഭക്ഷണം നല്ല കൺട്രോളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കൊച്ചിന് അങ്ങനെ 77 ഉണ്ടായിരുന്നു. പിന്നെ BP ഒക്കെ നോക്കി. അപ്പോഴത്തേക്കും ഞാൻ BP നോക്കി വന്നപ്പോഴത്തേക്കും വേറൊരു പുള്ളിക്കാരി ഇങ്ങനെ വയറ് താങ്ങി പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ BP നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്നാ പറയുക, ഓർഡറിലാണ് ഇരുത്തിയേക്കുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരി നേരെ മുന്നിൽ പോയിട്ട് BP നോക്കാൻ പോവുക പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓർഡറിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ പുള്ളിക്കാരിക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനെ കയറ്റി വിട്ടു പാവം. അതായത് അതിനോട് ഇന്ന് വന്ന് അഡ്മിറ്റ് ആവാനായിരുന്നു ഇത്ര ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് പിറ്റേ ദിവസം തന്നെ പെയിൻ വന്നു. വീട്ടിൽ നിന്ന് പെയിൻ വരുന്ന ഏറ്റവും നല്ല കാര്യം കേട്ടോ. അങ്ങനെ പുള്ളിക്കാരത്തേക്ക് പെയിൻ വന്നു. പെട്ടെന്ന് ലേബർ റൂമിലേക്ക് പുള്ളിക്കാരത്തിനെ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായത് ഇന്നലെ. ഞാനും പേടിച്ചു പോയി. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ RCH-ID അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചോദിച്ചു. ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത നമ്പറും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കൊടുത്തപ്പോഴത്തേക്കും വേറൊരു പുള്ളിക്കാരി പറഞ്ഞു, ഇതൊക്കെ ലേബർ റൂമിൽ ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ ഇത്. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അവർ എന്തോ പറഞ്ഞു അവരോട്, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇനിയിപ്പോൾ അഡ്മിറ്റ് ആക്കാനായിരിക്കുമല്ലേ ഞാനും വിചാരിച്ചു. പിന്നെ ഡോക്ടർ ചെക്ക് ചെയ്തു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു NST എടുത്തിട്ട് വരാൻ പറഞ്ഞു വീണ്ടും. അങ്ങനെ പിന്നെയും പോയി NST എടുത്തു.
NST എടുത്ത അരമണിക്കൂറോളം അതിൽ കിടക്കണമല്ലോ. അവിടെ കിടന്ന് വയറിൽ മെഷീൻ വെച്ച് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ടുകൊണ്ടേയിരിക്കണം. കൊച്ച് കിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മെഷീനിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ കുറേ നേരം അവിടെ കിടന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ കൊണ്ടുപോയിട്ട് NST റിപ്പോർട്ട് കാണിച്ചു. NST കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലടാ, നോർമലാണ്. എന്തായാലും ഇനി അടുത്ത ഈ മാസം ലാസ്റ്റ് 30-ാം തീയതി വായു പറഞ്ഞു. കാരണം അടുത്ത മാസം 3-ാം തീയതിയാണ് നമ്മുടെ ഡേറ്റ് തന്നേക്കുന്നത്, ജൂലൈ 3. 30-ാം തീയതി കൂടി പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അഡ്മിറ്റ് ആക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞ എക്സസൈസും കാര്യങ്ങളൊക്കെ തുടർന്നോളൂ. ഇനി 30-ാം തീയതിയുടെ ഉള്ളിൽ വേദന എങ്ങാണ്ട് വരികയാണെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാനും പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നലെ പോയിട്ടുണ്ടായത്. അപ്പം ഞാൻ ആ പെയിൻ ചെറുതായി വന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ പെയിൻ വീട്ടിൽ നിന്ന് വന്നതാണ്. നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൻ്റെ ആ പടി ചോട്ടിയപ്പോഴത്തേക്കും ആ പെയിനും അങ്ങനെ പോയായിരുന്നു. അപ്പോൾ പിന്നെ പെയിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഡോക്ടർ എന്നോട് ചോദിച്ചു പെയിൻ ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. കാരണം ചുമ്മാ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരാഴ്ച ശരി അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ അധികം ഡേറ്റ് ഒന്നും ഇല്ലല്ലോ, അഡ്മിറ്റ് ആയിക്കോന്ന് പറയും. എനിക്ക് 10 ദിവസം ഇട്ടിട്ട് പോയി അഡ്മിറ്റായി കിടക്കാനൊന്നും പറ്റത്തില്ല. 10 ദിവസത്തിൻ്റെ കാര്യം ആകെ അവതാളത്തിലാവും. അതുകൊണ്ട് പെയിൻ എപ്പോഴാണോ വീട്ടിൽ നിന്ന് നല്ലപോലെ വരുന്നത് അപ്പോൾ പോയി അഡ്മിറ്റ് ആവാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും എനിക്കും കുഞ്ഞുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ അമ്മയാവാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കും. എന്തായാലും ജൂലൈയിൽ ഡേറ്റ് പറഞ്ഞവരൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, എത്ര പേരുണ്ടെന്ന് നോക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോസായിട്ട് വീണ്ടും വരും ഗൈസ്. അതുവരേക്കും ടാറ്റാ.